ഹലോ, ഞാൻ മുകളിലേക്ക് ഗോതമ്പ് വരാൻ വന്നതാട്ടാ. ഗോതമ്പ് ഉണക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കണ വേപ്പണി കാണണം. കണ്ട വേപ്പ് രണ്ടെണ്ണമുണ്ട്. തുപ്പ പിടിച്ചിട്ട് നിൽക്കണം. കണ്ട എൻ്റെ വീടിൻ്റെ ഉമർത്തണങ്ങളൊക്കെ അതിനത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരണ അന്തരീക്ഷം എങ്ങനെയാണ്. കണ്ട എൻ്റെ വീടിൻ്റെ ചുറ്റിലും ഈ സാധനങ്ങളെ ഉണ്ടോ, കാടാണിത്. കാട് അതിൽ മയിലുണ്ട്, കുറുക്കുണ്ട്, പന്നിയുണ്ട്, കാട്ടുപന്നികൾ, കണ്ടമാനം പാമ്പൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. ആൾക്കാർ ഇങ്ങനെ കൊന്നിട്ട് കാണാം. വലിയ മയിലുകളൊക്കെ വരും. പിന്നെ മയിലുകൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ മയിലുകൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലായിടത്തേക്കും വരുന്നുണ്ട്. എന്നാലും കണ്ട ഭയങ്കരമായിട്ടുള്ളൊരു കാടായി. കാണുന്ന വഴി പോലത്തെ സ്ഥലമില്ല. അതിൻ്റെ ഉള്ളിൽ ഇവിടെ അങ്ങോട്ട് അറ്റത്തേക്ക് ഏക്കറോളം സ്ഥലമുണ്ടത്. അതിൻ്റെ ഉള്ളിൽ സകലം ഇപ്പം മൃഗാദികളുണ്ട് കേട്ടോ. അതിലൊരു വിധം മൃഗാദികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പാട്ട് പറഞ്ഞു പോകണം. ഒരു 10-11 മണി കഴിഞ്ഞാൽ കുറുക്കന്മാരുടെ ഒരിടൽ കേൾക്കാം. അതുപോലെ മയിലുകളുടെ പുലർച്ചെ കഴിഞ്ഞാൽ മയിലുകളുടെ ആരവാരം, വേഴാമ്പൽ, അങ്ങനെയൊക്കെ കുറേ സൗണ്ട്. കിളികളുടെ സൗണ്ട് കേട്ടോ നിങ്ങൾ. കണ്ടമാനം കിളികളുണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ. ഇപ്പോൾ ഈ ഭാഗം ഇങ്ങനെ കാട് പ്രദേശം പോലെ ആയ കാരണമാവും. പിന്നെ എനിക്ക് സൈഡിൽ ഇവിടെ ഒരു 2 ഇരുമ്പമ്പുളിൻ്റെ ഇതൊക്കെ വെട്ടി കളയണം. പെരക്ക് ചുറ്റുള്ള സാധനങ്ങളൊക്കെ ഇത് കണ്ടോ. നല്ലൊരു അന്തരീക്ഷം അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഈ കാണണതില്ലേ. ഈ കാണുന്ന വീട് വിൽക്കാനുള്ളത് കേട്ടോ. 50-52 ലക്ഷത്തിൻ്റെ ഉള്ളിൽ അവർ വില പറയണേ. എന്തെങ്കിലും ബ്രോക്കർ കാശില്ലാണ്ട് ചവിട്ടി ചോദിച്ച് കിട്ടണമെങ്കിൽ ആവശ്യക്കാർക്ക് ഇത് ആവശ്യപ്പെടാം കേട്ടോ. 2 നല്ല വീടാണ്. നല്ല വീടാണ്, പുതിയ വീടാണ്. പണിതിട്ട് ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള പറമ്പിലുള്ള തെങ്ങ്, വാഴകളും മരങ്ങളും കേട്ടോ. നമുക്ക് ഇവിടെ വരെയുള്ള നീല ഷീറ്റ് മേഞ്ഞമാർ അവിടെ വരെയുള്ള കേട്ടോ. ബാക്കിൽ സ്ഥലമൊന്നുമില്ല അങ്ങനെ. പിന്നെ ഇപ്പുറത്തെ ഒരു ചെറിയ വീടുണ്ട്. ചെറിയ വീടൊന്നുമല്ല, ഓരോ മേൽക്കൂരിയാന്ന് മാത്രം. വൃക്ഷങ്ങളെന്ന് പറയാൻ ഞാൻ അധികം ഭാഗം കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്കിലെ അന്തരീക്ഷം. ഞാനിപ്പോൾ അതെല്ലാം എനിക്ക് പിടിക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ കോതമ്പ് എടുക്കാനായിട്ട് ഞാൻ കയറിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ സാധനമല്ല ഇവിടം വരെ, ഈ പറമ്പിൻ്റെ ഇവിടം വരെ കാട് തന്നെയായിരുന്നു. പക്ഷെ അവരത് ഒരു എടുത്ത 2-3-4 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു. കൊറോണ കാലത്താന്ന് തോന്നുന്നു. അത് വെട്ടി തെളിച്ചിട്ടത് ഒരു സൈഡ് ഫുള്ള് മഹാഗണി ഇങ്ങനെ വരിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മരങ്ങളൊക്കെ ആ സാധനം മഹാഗണിന്നത് കേട്ടിറങ്ങണം. അങ്ങനെയാന്ന് തോന്നുന്നു. അത് മഹാഗണിയാണോ തോന്നുന്നു. ഈ ശരിക്കും ഓർമ്മ വരുന്ന ഒരു മരങ്ങൾ അവർ ഒരേപോലത്തെ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിറ്റ കാശ് കിട്ടില്ല. മരം വിറ്റ കാശ് കിട്ടില്ല. കണ്ട ഈ മരം ഈ കറക്റ്റ് മഹാഗണി തന്നെയെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറ്റം വരെ വെച്ചിട്ടുണ്ട് അവർ. ആ പറമ്പിൻ്റെ അറ്റം വരെ പോകേണ്ടത്. നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ പറ്റുമോ? വഴിയുടെ ഉള്ളിലൊക്കെ അതാണ് കാണണം. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയാം. എൻ്റെ ഫോണല്ല, ചെറിയ ഫോണിൻ്റെ കളിയല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ വശം. ഇതേ നമ്മുടെ ഈ വീട്ടിൽ അപ്പുറത്തുള്ളൊരു മാവ്. എൻ്റെ വീടിൻ്റെ ചുറ്റും വൃക്ഷമാണ് ഗൈസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇതേ കൊതമ്പ് എടുത്തിട്ട് അടിയിലേക്ക് ഇറങ്ങി പോട്ടെ കേട്ടോ. കൊതമ്പ് ഉണങ്ങിയിട്ട് ഓക്കെ.